10 മണിയാറായി. കറക്റ്റ് ടൈമിൽ ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ലിജിൻ, കേരള. ചെറിയ ഓക്വേർഡ്നെസ് തോന്നുമായിരിക്കും, കാരണം ഇങ്ങനെ വീഡിയോ ചെയ്യാറില്ല. എനിവേ, പോയിന്റിലോട്ട് കറക്റ്റ് നമുക്ക് പെട്ടെന്ന് എത്താം. എനിക്ക് യു എയിലോട്ട് വരണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. അറിയാലോ, നമ്മൾ വീഡിയോസിൽ കാണുന്ന പ്രവാസ ജീവിതവും അങ്ങനൊരു ജീവിതം എക്സ്പെക്റ്റ് ചെയ്തില്ല. സ്വന്തം നാട്ടിൽ നല്ലൊരു സാലറിയിൽ ജീവിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവ എംപ്ലോയി ആയിരുന്നു ഞാൻ. എന്തുകൊണ്ട് യു എയിലോട്ട് ഞാൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം സെറ്റായിരുന്നു. കേരളത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടാണെങ്കിലും വേറെ രീതിയിലും ഒന്നുകൂടെ റെഡി ആവണില്ലായിരുന്നു. പിന്നെ പല സൈഡിൽ നിന്നും നമുക്ക് പല വീഴ്ചകൾ സംഭവിച്ചു പോയി. അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ല. വേറൊരു രാജ്യം നോക്കുകയാണെങ്കിൽ യു എ ആണ് ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത്. കാനഡ പോകാനൊക്കെ ശ്രമിച്ചായിരുന്നു. അത് വരുന്ന ഇനി വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ യു എയിൽ വരുന്നതിന് മുമ്പുള്ളൊരു എക്സ്പെക്റ്റേഷൻ, നമ്മൾ സാലറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അത് നോക്കുന്നത്. വെളിയിൽ നോക്കിയപ്പോൾ ആവറേജ് സാലറി ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫീൽഡ് ഓക്കെയാണ്. മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും പറയുന്നത് ജോബ് കിട്ടാൻ ഭയങ്കര ടഫാണ്. ഡിപ്പെൻസ് ഓൺ ദ ഫീൽഡ്. എനിക്കത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം മാർക്കറ്റിങ്ങിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വേക്കൻസീസ് നമ്മൾ നാട്ടിൽ നോക്കുമ്പോഴും ഓക്കെ വേക്കൻസീസ് കാണുന്നുണ്ട്. സ്കില്ലും കാര്യങ്ങളും വേണം. നമ്മൾ നാട്ടിലോ ഇന്ത്യയിലുള്ള പോലെ അല്ലല്ലോ ഇവിടെ. നമ്മൾ മൾട്ടി നാഷണാലിറ്റീസുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. വന്ന ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ മെയ് 4 ഞാൻ എൻ്റെ ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തിയത്. അപ്പം അറിയാലോ, ഇപ്പം മെയ് ആണ് മാസം. നല്ല ചൂടാണ്. നല്ല ചൂട് തുടങ്ങി എന്ന് പറയാം. ഇനി ചൂട് കൂടും. അപ്പം ഷാർജ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഞാൻ. ആ ഒരു സിനിമയിൽ കണ്ടതും ആൾക്കാർ പറഞ്ഞതും ആയിട്ടുള്ള ആ ചൂട് എനിക്കത് ഫീൽ ചെയ്തു. നമ്മുടെ എയർപോർട്ട് ഇറങ്ങി ഫസ്റ്റ് ആ എയറിൽ തന്നെ നമുക്ക് ആ ഹീറ്റ് വേവ്സ് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഹീറ്റ് വേവ്സ് എനിക്ക് കിട്ടി, നല്ലതായിട്ട് കിട്ടി. യൂഷ്വലി എല്ലാവരും ജോലിക്ക് വരുമ്പോൾ നമ്മൾ റൂം നോക്കണം, ഫുഡ് നോക്കണം. അപ്പം എൻ്റെ ഒരു ഫാമിലി ഇവിടെ ഉണ്ട് പണ്ട് തൊട്ടേ. അപ്പം അതുകൊണ്ട് അവരുടെ ഹെൽപ്പ് കൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ജോലിയൊക്കെ നോക്കിയത്. അപ്പോൾ ഷാർജയിൽ നിന്ന് കമ്മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ദുബായിലോട്ട് പോയിക്കൊണ്ടിരുന്നത് ഫോർ ഇൻ്റർവ്യൂസ്. ആദ്യത്തെ 2-3 വീക്സ് ഒന്നും കോഴ്സ് ഇല്ല. ഞാൻ ഷന്ന പിന്നെ അയക്കുന്നുണ്ട്, കാരണം നമുക്ക് ജോലി കിട്ടിയേ പറ്റൂ. ഇനിയൊരു വിസ പുതുക്കുന്നതോ അങ്ങനത്തെ ഇതിലോട്ട് പോകണമെന്നില്ല. ഫുൾ പോസിറ്റീവും പിടിക്കാൻ പറ്റിയില്ല, കാരണം നാട്ടിൽ നിന്ന് വേറൊരു അവസ്ഥയിലാണ് വന്നത്. നമ്മൾ ഒന്ന് റെഡിയായി വരണമായിരുന്നു. അപ്പോൾ പിന്നെ അത് പതിയെ റെഡിയായി വന്നു. ഫുൾ പോസിറ്റീവ് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. ഒത്തിരി പേരുടെ നിന്ന് സപ്പോർട്ട് കിട്ടി. പലരെയും കോണ്ടാക്ട് ചെയ്തു. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിന് നിൽക്കുമ്പോൾ പല മൂഡ് സ്വിങ്സും വരും നമുക്ക്. ഇതൊരു നല്ലൊരു സ്റ്റേജ് അല്ലേ ഈ ജോലി അന്വേഷിക്കുന്നത്. ഒന്നാമത് നമുക്ക് പുതിയൊരു കൺട്രി, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് നോക്കുവാണെങ്കിൽ കുറേ കോൺഫിഡൻസ് ആണ്. എനിക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ അറിയാം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. എന്നാലും നെക്സ്റ്റ് ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. കാരണം നല്ലൊരു കണക്ഷൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ബാക്കപ്പ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ജോലിക്ക് പോകാൻ വേണ്ടി. കാരണം അല്ലെങ്കിൽ വീണ്ടും ആ ഒരു ലക്ക് പരീക്ഷിക്കേണ്ടി വരും. ആ 1 ഇയറിനുള്ളിൽ നല്ല കണക്ഷൻസ് ആയി, അല്ലെ 2 ഇയറിനുള്ളിൽ കണക്ഷൻസ് ആയെങ്കിൽ ജോബ് സ്വിച്ച് ചെയ്യുന്നത് ഈസി ആയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യണ്ട കേട്ടോ. അതിനിടെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, അന്ന് ഇത്ര
എമൗണ്ട് കാണിക്കണം അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. ഇപ്പം എമൗണ്ട് കാണിക്കണം, അക്കോമഡേഷൻ കാണിക്കണം, അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നത്. അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് അറിയില്ല. ട്രാവൽ ഏജൻസി ആൾക്കാർ അതൊക്കെ സെറ്റാക്കി തരുമെന്ന് തോന്നുന്നു. വരുന്നുണ്ട് ആൾക്കാർ, ഫ്രണ്ട്സ് വരുന്നുണ്ട്, ജോലി അന്വേഷിക്കുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. ചിലർക്ക് 1 മാസം കൊണ്ട് കിട്ടും, ചിലർക്ക് ഒത്തിരി നാൾ കൊണ്ട് കിട്ടും, ചിലർക്ക് 6 മാസം എടുക്കും, ചിലർക്ക് കിട്ടിയിട്ടില്ല. ഡിപ്പെൻഡ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോലെ. എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ജോലിയുണ്ട്, വേക്കൻസീസ് വരുന്നുണ്ട്, അതിലോട്ട് എത്തിച്ചേരുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ലക്കൊരു ഭയങ്കര ഫാക്ടറാണ്. ആ ഒരു കോള് വരുന്നത് പോലും നമ്മൾ അപ്ലൈ ചെയ്ത് കോള് കിട്ടുന്നത് വരെ ലക്കായിട്ട് കണ്ട്. എൻ്റെ ഒരു എത്തിക്സ് അങ്ങനെയായിരുന്നു, അതൊരു ലക്ക് ഫാക്ടറാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, എല്ലാ ഇൻ്റർവ്യൂവിനും പോവുക, ഫിയർ മാറ്റുക, പുതിയ കൺട്രി എന്നുള്ളതൊക്കെ. അങ്ങനെ 4th വീക്ക് തൊട്ട് നല്ല കോൾസ് വരാൻ തുടങ്ങി. ഒത്തിരി ഒന്നും വന്നില്ല, 3-4-5 കോൾസ് വരുന്നുണ്ട്. പക്ഷെ നല്ല ടീംസാണ് വിളിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് തരികിട ഒരു ഏജൻസിയും വിളിച്ചു പോയി, നമ്മുടെ ടൈം കുറേ വേസ്റ്റായി. ഇവിടെ വേറെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടന്ന് പോകുന്നത് ചൂടത്ത് നല്ല രസമാണ്. അപ്പം ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും, നോൾക്കാട് സംവിധാനമുണ്ട്. അപ്പം ബസ്സിൽ വന്നിട്ട് ഇൻ്റർവ്യൂ സ്ഥലത്തോട്ട് പോകുമ്പം കുറച്ചൊക്കെ നടക്കേണ്ടി വരും. ചില റൗണ്ട് ബോട്ടിലൊക്കെ വന്ന് പെട്ട് കഴിയുമ്പോൾ അടുത്ത ബസ് തിരിച്ച് യാത്രയാണെങ്കിൽ നല്ലതായിട്ട് നടക്കേണ്ടി വരും. ടാക്സി വിളിക്കുക എന്നുള്ളത് നമുക്ക് അപ്പോഴത്തെ ഓപ്ഷൻ അല്ല. ഫോർ മീ എനിക്ക് അത്ര പറ്റത്തില്ല. കാരണം നമ്മൾ പൈസ ലിമിറ്റഡ് മണിയിലാണ് നിൽക്കുന്നത്. അപ്പം കൂടുതൽ എക്സ്പെൻസ് ആക്കരുത്. കാരണം ഇന്ത്യൻ മണി AED-യിലോട്ടാക്കുമ്പോൾ ഇതാണ്, തിരിച്ച് നമുക്ക് നാട്ടിലോട്ടാക്കുമ്പോൾ ഓക്കെ നമുക്ക് എക്സ്ട്രാ അവിടെ കിട്ടുന്നുണ്ട്. അവിടുത്തെ മണി ഇങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു നഷ്ടമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ചിലവ് ചുരുക്കി ജീവിക്കുക എന്നുള്ള ഇതിൽ നടക്കും. ഓട്ടോ റിക്ഷ ഒന്നും കിട്ടില്ലല്ലോ നാട്ടിൽ തന്നെ വിട്ട്. എനിക്ക് മെയിൻലി ലിങ്ക്ഡിനും ഇൻഡീഡുമാണ് ഹെൽപ്ഫുൾ ആയത്. വേറെ ഗ്ലാസ് ഡോറ്, വെയ്റ്റ് കുറേ ഉണ്ട്. ChatGPT എടുക്കുക, സെർച്ച് ചെയ്യുക, ജോബ് പോർട്ടൽസ് ഇൻ UAE സെർച്ച് ചെയ്യാം. ബട്ട് ഐ പ്രിഫർ ഇൻഡീഡ് ആൻഡ് ലിങ്ക്ഡിൻ. ഇൻഡീഡിൽ നിന്ന് കോൾസ് വരും, ബട്ട് ഫേക്ക് ആയിട്ടുള്ളത് നോക്കി മനസ്സിലാക്കുക. ലിങ്ക്ഡിൻ ജെന്യുവൻ, കണക്ഷൻസ് വഴി കിട്ടുന്നത് ജെന്യുവൻ ആയിരിക്കും. ഞാൻ ഒന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. ഇപ്പോൾ 1 year ആയി, ഇനിയും ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നു UAE-ൽ. 1 year എക്സ്പീരിയൻസ് കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UAE മാർക്കറ്റ് നമുക്ക് മനസ്സിലായി. ഇന്ത്യൻ മാർക്കറ്റ് പോലെ അല്ല. മാർക്കറ്റിംഗ് സെൻസിലാണ് ഞാൻ പറയുന്നത്. മൾട്ടിനാഷണൽസ് ഉള്ള സ്ഥലമാണ്. അപ്പം അതിൻ്റേതായ രീതിയിൽ ഇവിടെ മീൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബിസിനസ്. മാർക്കറ്റിംഗ് നോട്ട് ദാറ്റ് ഈസി. നമുക്കിവിടെ 7 എമിറേറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് ദുബായ് എമിറേറ്റ്സിൽ തന്നെയാണ്, എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. ലക്കിലി നല്ലൊരു സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. നല്ല മരമൊക്കെ ഉണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചത് മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ്, ചൂടാണ്. അപ്പോൾ താമസിക്കുന്നിടത്താണെങ്കിൽ 2 മരമൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. മരവും കിളികളും ഒക്കെ ഉണ്ട്. ഷാർജയിലാണ് സ്റ്റേ ചെയ്തത്. ഷാർജയിൽ അത്രയില്ല. ഷാർജയും അക്കോമഡേഷൻ ഭയങ്കര ചീപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. കമ്പയർഡ് ടു ദുബായ് അക്കോമഡേഷൻ അവിടെ കുറവാണ്. അപ്പോൾ അത്രയും ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എന്നൊക്കെ പറയാം. എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് കൊണ്ട് തന്നെ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല. വേറെ മോട്ടിവേഷൻ എന്താ, ലക്ക് ഒരു വലിയ ഫാക്ടറാണ്. അത് ഞാൻ ഇപ്പോഴും പറയും. ഇപ്പം ആദ്യത്തെ 1 മാസം എല്ലാവരും പറഞ്ഞായിരുന്നു നീ വേറെ ജോലിയും കൂടെ നോക്ക്. മീൻസ് ഇതിൽ തന്നെ കോൾ വന്നില്ലെങ്കിൽ അഡ്മിൻ റോള്, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട്. ഞാൻ പറയുകയാണ്, ഇപ്പം എനിക്കൊരു അഡ്മിനിസ്ട്രേറ്റർ അങ്ങനത്തെ ഒരു ജോലിയിലോട്ട് കയറേണ്ടി വന്നു കഴിഞ്ഞാൽ, കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് തുടക്ക എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും ഒരു തുറപ്പിച്ചീടായിട്ട് വെക്കും. ഇപ്പം നമുക്ക് ആ വിസയൊക്കെ അവസാനിക്കാറാകുമ്പോൾ നമുക്ക് വേണ്ട ഇഷ്ടമില്ലാത്ത ജോലിയിലോട്ടൊക്കെ കയറേണ്ടി വരും. പലർക്കും പല എക്സ്പീരിയൻസ് ആണ് ഇവിടെ. അപ്പോൾ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എന്തായാലും വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കാം നമുക്ക്. പക്ഷേ ആദ്യത്തെ നമ്മുടെ ഫീൽഡിൽ തന്നെ മാക്സിമം ട്രൈ ചെയ്ത്
നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പം സെയിം പ്രോസസ്സ് തന്നെ, ഇച്ചിരി ടൈം കൂടിയേനെ. അഡ്മിൻ ആയിരുന്നെങ്കിൽ അവിടുന്ന് വീണ്ടും ഈ മാർക്കറ്റിംഗ് ഒരു ജോലിയിലോട്ടുള്ളൊരു പ്രയാണം, ലക്ക് ഫാക്ടർ നമ്മൾ ട്രൈ ചെയ്യുന്നത് വെച്ചിട്ട് എത്താൻ കുറച്ചുകൂടെ വൈകിയേനെ. പിന്നെ ലാംഗ്വേജ്, അറബി കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല, ഇംഗ്ലീഷ് അറിയണം, ഹിന്ദി അറിയണം. ബട്ട് ഇംഗ്ലീഷ്, ദുബായിലാണെങ്കിൽ ഇംഗ്ലീഷ് വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. നിങ്ങളുടെ നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് അത് പൊക്കോളൂ ഇവിടെ വരുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു MNC രീതിയിലുള്ള ഒരു കമ്പനിയിലായിരിക്കണം വർക്ക് ചെയ്യണമെന്നത്. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻസ് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ മെയിൻറ്റെയിൻ യുവർ പ്രോപ്പർ ഗ്രാമാറ്റിക്കൽ ഇംഗ്ലീഷ് എന്നാണ്. സോ വേറെ കീ ചലഞ്ചസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് തന്നെ. വർക്കിൽ ആ ഒരു UAE വർക്ക് ലൈഫ് ബാലൻസിലോട്ട് കയറണ്ടേ നമ്മൾ. ആദ്യമൊക്കെ പാടായിരുന്നു. ഷാർജയിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ ഇരുന്ന് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കണ്ടേ. ഇപ്പം ഖലിവല്ലി എന്ന് പറഞ്ഞ് ചെയ്യും. ഇച്ചിരി നമ്മൾ ഫാസ്റ്റാണ്, ടൈമിനെ എല്ലാം ചെയ്തു തീർക്കുന്നുണ്ട്, എക്സ്ട്രാ ടൈമും കിട്ടുന്നുണ്ട്. സ്ട്രഗിൾ പീരീഡ് അതെന്തായാലും ഉണ്ട്. Doing my YouTube video, bro. Why are you disturbing me? Bro, send me the model pictures now from the drive. Okay. See, suddenly my photographer called. This is professional photographer, Mr. Deep. He is one of my best connection. He wanted കുറച്ച് ഫയൽസ് വേണം, അത് കൊടുത്തിട്ട് വരാം. ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ വർക്ക് ടൈം കഴിഞ്ഞു, ഓഫീസിലാണ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഫോൺ തറയിൽ വീട്ടിൽ ട്രൈപോഡ് എടുത്തിട്ടില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അവിടെ. ലൈഫ് ലെസൺസ് എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസ് പഠിച്ചു, കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി, ഇൻഡിപെൻഡൻ്റ് ആയി, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഫ്യൂച്ചർ ഡ്രീംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഉള്ള ജോലിയിൽ ഇങ്ങനെ പോകുക എന്നുള്ളതാണ്. ഇത് മാക്സിമം UAE എക്സ്പീരിയൻസും കാര്യങ്ങളും കുറച്ചുകൂടെ ആക്കുക, കൂടുതൽ എൻ്റെ ഫീൽഡ് റിലേറ്റഡ് പഠിക്കുക. പിന്നെ ദുബായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്യൂച്ചറാണ്, എല്ലാ പരിപാടികളും ഉണ്ട്. മീൻസ് നമ്മൾ ദുബായിയുടെ ഒരു സൈഡ് ഒരു ഹൈടെക് സംഭവമാണ്, വേറൊരു ലോകം തന്നെയാണ്. മറു സൈഡിൽ വേറൊരു ദുബായും കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ദുബായിയുടെ കാര്യം. കുറേ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇവിടെ. നമുക്കിവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അധികം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമ്മൾ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ബൈ.